Excel വർക്ക്ബുക്കുകളിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു VBA കോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ടേബിൾ ഓഫ് കണ്ടൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വർക്ക്ബുക്ക് നോക്കാം. 15-ലധികം വർക്ക്ഷീറ്റുകളുണ്ട് ഈ വർക്ക്ബുക്കിൽ. ഇനി ഇവിടെയുള്ള അവസാനത്തെ വർക്ക്ഷീറ്റ് നോക്കാം. TOC എന്ന ഈ വർക്ക്ഷീറ്റിൽ ഈ വർക്ക്ബുക്കിലുള്ള എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ഒരു ലിസ്റ്റ് കാണാം. അതായത് TOC എന്ന വർക്ക്ഷീറ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ഒരു ലിസ്റ്റ് കാണാം. വെറുതെ ഒരു ലിസ്റ്റ് അല്ല, കറസ്പോണ്ടിങ് വർക്ക്ഷീറ്റിലേക്ക് പോകാൻ സഹായിക്കുന്ന ഹൈപ്പർ ലിങ്കുകളാണിവ. ഉദാഹരണത്തിന് TCS ഡീറ്റെയിൽസ് എന്ന ഈ വർക്ക്ഷീറ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, TCS ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കണ്ട ടേബിൾ ഓഫ് കണ്ടൻസ് ഉള്ള TOC എന്ന വർക്ക്ഷീറ്റിലേക്ക് പോകണമെങ്കിൽ, അതായത് മാസ്റ്റർ ഷീറ്റിലേക്ക് പോകണമെങ്കിൽ മാസ്റ്റർ ഷീറ്റ് എന്ന ഈ കമാൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, നമ്മൾ TOC എന്ന വർക്ക്ഷീറ്റിലേക്ക് വന്നു. വീണ്ടും സമ്മറി. നോക്കുക, സമ്മറി എന്ന ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും മാസ്റ്റർ ഷീറ്റ്, TCS 3, മാസ്റ്റർ ഷീറ്റ്. അതായത് ഈ വർക്ക്ബുക്കിലുള്ള എല്ലാ വർക്ക്ഷീറ്റുകളിലേക്കും പോകാൻ സഹായിക്കുന്ന ഹൈപ്പർ ലിങ്കുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട്. മാത്രമല്ല ഓരോ വർക്ക്ഷീറ്റിലും ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് പോകാൻ സഹായിക്കുന്ന, അതായത് മാസ്റ്റർ ഷീറ്റിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു കമാൻഡ് ബട്ടണും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള ഏതൊരു എക്സൽ വർക്ക്ബുക്കിലും അതിൽ എത്ര വർക്ക്ഷീറ്റുകളുണ്ടെങ്കിലും ഇത്തരമൊരു ടേബിൾ ഓഫ് കണ്ടൻസ് വളരെ പെട്ടെന്ന്, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. നോക്കുക, 20-ലധികം വർക്ക്ഷീറ്റുകളുണ്ട് ഈ എക്സൽ വർക്ക്ബുക്കിൽ. തൊട്ടു മുമ്പ് നമ്മൾ കണ്ട വർക്ക്ബുക്കിലെ പോലെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് ഈ വർക്ക്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ ബേസിക്. നോക്കുക, എക്സലിൻ്റെ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു. പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, മോഡ്യൂൾ. ഈ കാണുന്ന കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് VB എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. നോക്കുക, ഇവിടെ 2 പ്രോഗ്രാമുകളുണ്ട്. ഒന്നാമത്തേത് ടേബിൾ ഓഫ് കണ്ടൻസ്, 2 ടെംപ്. ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന പ്രോഗ്രാമാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. VB എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു. മാക്രോസ്. ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൺ. നോക്കുക, ഇവിടെ TOC എന്ന പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം. ഈ വർക്ക്ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ലിസ്റ്റ് ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു വർക്ക്ഷീറ്റിലേക്ക് പോകണമെങ്കിൽ ആ വർക്ക്ഷീറ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്യാം. ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് പോകാനായിട്ട് മാസ്റ്റർ ഷീറ്റ്. ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് മറ്റു വർക്ക്ബുക്കുകളിൽ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. മറ്റൊരു വർക്ക്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. നോക്കുക, ഇപ്പോൾ ഈ വർക്ക്ബുക്കിൽ ടേബിൾ ഓഫ് കണ്ടൻസോ അതുപോലെ തന്നെ വർക്ക്ഷീറ്റുകളിൽ കമാൻഡ് ബട്ടണോ ഇല്ല. ഇനി വർക്ക്ബുക്കിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ മാക്രോസ്. സ്കോർ കാർഡ്സ് എന്ന വർക്ക്ബുക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൺ. നോക്കുക, ഈ വർക്ക്ബുക്കിൽ TOC എന്നൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ഈ വർക്ക്ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ലിസ്റ്റ് കാണാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന VBA കോഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ ആംഗിൾ ബ്രാക്കറ്റ്സ് അലോ ചെയ്യാത്തത് കൊണ്ട് നോട്ട് ഈക്വൽ സൈനിന് പകരം NET എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ കോഡ് കോപ്പി ചെയ്യുമ്പോൾ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുക. മറ്റൊരു എക്സൽ പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.